പോയിക്കോ പോയിക്കോ ബൈ. പ്രാർത്ഥിക്ക്. ഇവന്റെയൊക്കെ ഒരു കാര്യം. എന്തൊരു മഴയാ ചേട്ടാ. മഴ തന്നെ മഴ. കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, ഒരു ഇതൊക്കെ പോന്നു. ഹലോ കാക്കുതി, എന്താ ഇവിടെ? അമ്പലത്തിൽ പോയതാ, പെട്ടെന്ന് മഴ പെയ്തില്ലേ. ആ, ഞാൻ കോട്ട് കൊടുത്തില്ല. പിന്നെ ഇന്ന് ചാരൂസ് മൊബൈൽ സിൽക്സ് ആൻഡ് സാരീസ് ക്ലോസ് ആണോ? കളിയാക്കണ്ട ചേട്ടാ, ഇപ്പൊ എല്ലാം ഹോം ഡെലിവറി അല്ലേ, വീട്ടിലേക്കുള്ള ഫുഡ് അടക്കം. അതിന് മുൻപേ ചാരു തുടങ്ങിയ ഹോം ഡെലിവറിയാ, അതും ഇൻസ്റ്റാൾമെന്റിന്. ഇപ്പൊ അതിന്റെ പേര് മാറി EMI ആയി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരി, ഇനി എങ്ങോട്ടാ? ഇനി ബാലമാമയെ ഒന്ന് കാണണം. ഒന്ന് സെക്കൻഡ്. ഹലോ. ഓക്കെ സാർ, 5 മിനിറ്റ്സ് സാർ. ഓക്കെ ശരി. ഓഫീസിൽ നിന്നാ? വലിയ ഓഫീസറൊക്കെ ആയ സ്ഥിതിക്ക് അക്കച്ചേട്ടന്റെ കല്യാണം നോക്കാൻ ഞാൻ ബാലമാമയോട് പറയട്ടെ? ആ, പറയണം. അത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ തന്നെ അച്ഛനോട് പറയണം. അല്ല, മനസ്സിലാരെങ്കിലും കേറിയിരിപ്പുണ്ടോ? നമ്മുടെ മറ്റേ ബാംഗ്ലൂര് ശ്രേയ. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഓ ആണോ? ആ അതെ. ഓക്കെ, ആയിക്കോട്ടെ. ഇതെന്താ, അച്ഛന് കൊടുക്കാനാണോ മുല്ലപ്പൂ? ഒന്ന് പോ അക്കുചേട്ടാ, ബാലമാമയ്ക്ക് എന്തിനാ മുല്ലപ്പൂ? ഇത് ഒന്നുമില്ല. പറ കാക്കോത്തി, ഇത് ഇതെനിക്ക് അരവിന്ദേട്ടൻ വാങ്ങി തന്നതാ. ഏട്ടനോ? അമ്പലത്തിലുണ്ടായിരുന്നു. ഓ, അതുവരെ ആയി കാര്യങ്ങള്. ഒന്ന് പോ അക്കുചേട്ടാ, മഴ മാറി, ഞാൻ പോവാണേ. ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലും വടക്കേ പറമ്പത്തെ കൊലച്ച വാഴ മൊത്തം പോയി, താങ്ങ് കൊടുക്കാൻ പോലും പറ്റിയില്ല. ഈ കാലാവസ്ഥയിൽ അതൊക്കെ സാധാരണല്ലേ, നമുക്ക് നോക്കാം. മോളെ, ആ റോഡ് മൊത്തം വെള്ളം വരുന്നല്ലോ മോളെ. ജവാങ്കോട്ടത്ത് കടക്കറിക്ക് വന്ന വഴി മൊത്തം വെള്ളം കയറി കിടക്കുക. അയ്യോ, മോൾ ആ വഴിക്കല്ലേ ഇന്ന് കച്ചവടത്തിന് പോകുന്നത്. ഇനി അങ്ങോട്ടൊന്നും പോണ്ട കേട്ടോ. ചെല്ല്. 2-3 ദിവസത്തേക്ക് നീ കച്ചവടത്തിനൊന്നും പോണ്ട. ശരി ബാലമാമ. പിന്നെ എനിക്ക് ബാലമാമയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അത് പിന്നെ ഒരു മിനിറ്റ്. രവി, എന്തൊക്കെയുണ്ട്? നിശ്ചയം കഴിഞ്ഞു. ഞാനത് രവിയോട് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ഓർമ്മയുണ്ട് രവി, അരവിന്ദിന്റെയും ചാരുമോളുടെയും കല്യാണം കഴിഞ്ഞാൽ ഉടൻ ആകാശിന്റെ കാര്യം നമുക്ക് തീരുമാനിക്കാം. വേണ്ട, താൻ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ഞാൻ ആകാശിനെയും കൂട്ടി അങ്ങോട്ട് വരാം പെണ്ണ് കാണാൻ. അതേടോ, അവര് തമ്മിലൊന്ന് കാണട്ടെ. ശരി, ഓക്കെ. മോളെ, എന്താ പറയേണ്ടത് പറഞ്ഞു? അത് ബാലമാമ. പറ മോളെ, എന്താണെങ്കിലും പറ. അത് പിന്നെ ഞാനറിഞ്ഞു. എന്ത്? അരവിന്ദ് നിനക്ക് മുല്ലപ്പൂ വാങ്ങി തന്ന കാര്യല്ലേ, അത് പറയാൻ വേണ്ടിയല്ലേ വന്നത്? അതെ ബാലമാമ. മോളെ, അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അരവിന്ദിനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിക്കുന്ന ഒരാവേശത്തിനാ ബാലമാമ വാക്കുകൊടുത്തു. പിന്നീട് ആലോചിച്ചപ്പോ അവൻ നിനക്ക് ചേരുവെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പഠിക്കാൻ അയച്ചിട്ട് അത് പൂർത്തിയാക്കിയില്ല. ബിസിനസ് എന്നും പറഞ്ഞ് കുറെ കാശും കളഞ്ഞു. പിന്നെ നാട് മുഴുവൻ കടവാ.
അവൻ നിന്നെ കല്യാണം കഴിച്ച പിന്നെ നീ വിഷമിക്കുമെന്നായിരുന്നു എന്റെ പേടി. ഇപ്പൊ അവനാകെ മാറി. ഒരുപാട് സന്തോഷമുണ്ട് ബാലമാമിക്ക്. ആ എന്നാ പിന്നെ ശരി, മഴയ്ക്ക് മുമ്പ് മോളെ ചെല്ലും. സൂക്ഷിച്ചു പോണം. ശരി മാമ. സൂക്ഷിച്ച് പയ്യെ പയ്യെ. ശരി, ഇറങ്ങട്ടെ. പോയിട്ട് വരാം. ശരി. ഓ ഗോവിന്ദ, താൻ പറഞ്ഞത് ശരിയാ. ചാരുമോള് അരവിന്ദനെ മാറ്റിയെടുക്കും. അതേ പോലെ ചാരുമോള് പൊന്നുപോലെ നോക്കുന്നു. കല്ലു, കല്ലു, കല്ലു. കല്ലു. ആ ചേച്ചി, ഞാനിവിടെ ഉണ്ട്. ഇതെന്താ പൂവൊക്കെ? അയ്യോ മോളെ, അത് ഇടല്ലേ. സാധാരണ ചേച്ചി വാങ്ങിച്ചോണ്ടിരുന്ന മാല ഞാനാണല്ലോ അമ്മയ്ക്ക് ഇടാറ്. അതല്ല മോളെ. പിന്നെ അത് അമ്മയുടെ ഫോട്ടോക്ക് ഇടാനുള്ളതല്ല. പിന്നെന്തിനാ ഈ പൂ വാങ്ങിയേ? അത് എന്തോ ഉണ്ടല്ലോ, പറയേച്ചി. ഞാനോ ചേച്ചിയോ തലയിൽ പൂ ചൂടാറില്ല. പിന്നെ തന്നെ ഇപ്പൊ ചേച്ചി പൂ വാങ്ങിയേ? അത് ഞാൻ വാങ്ങിയതല്ല, തന്നതാ. തന്നതോ? ആര് തന്നത്? അരവിന്ദേട്ടൻ. ആണോ? അപ്പൊ ചേച്ചി രാവിലെ ബാലമാമയെ കാണാനാന്നും പറഞ്ഞു പോയത് അരവിന്ദേട്ടനെ കാണാനല്ലേ? ഏയ് അയ്യോ അല്ല, ഞാൻ പോയത് ബാലമാമയെ കാണാൻ തന്നെയാ. വഴിക്ക് വെച്ച് അരവിന്ദേട്ടനെയും കണ്ടു. അരവിന്ദേട്ടൻ എന്നെയും കാത്ത് മുത്തശ്ശിക്കാവിന് മുന്നിൽ നിൽക്കുമായിരുന്നു. എന്നിട്ട് എന്നെ കണ്ടപ്പോ ഈ പൂ എനിക്ക് തന്നു. പൂ തന്നിട്ട് അരവിന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ ചേച്ചിയോട്? എന്തു പറയാ? അല്ല, ഈ ഐ ലവ് യു എന്നൊക്കെ പറയാലോ. ചേച്ചിയുടെ ഈ സന്തോഷം കാണാൻ ഞാൻ എത്ര പ്രാർത്ഥിച്ചെന്നറിയോ? ഞാൻ വേണമെങ്കിൽ പൂ ചൂടിത്തരാട്ടോ. വേണ്ട, കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ തന്നെ ചൂടിക്കോളാം. ഓ, അരവിന്ദേട്ടൻ ചൂടിത്തരാനായിരിക്കും. പൂ വെച്ചപ്പോ ചേച്ചി കാണാൻ എന്താ ഐശ്വര്യ. ഇനി എന്നും അരവിന്ദേട്ടനോട് പൂ വാങ്ങി തരാൻ പറ. ഓടി ഓടുന്നു. ആ